കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ PostgreSQL PGMyAdmin എൻജിനിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഡ്മിൻ പാനൽ അതായത് അഡ്മിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ അഡ്മിൻ ഒരു ലോഗിൻ വേണം. എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു അഡ്മിൻ എന്ന് പറയുമ്പോഴത്തേനും ജാങ്കോയിൽ അതൊരു സൂപ്പർ യൂസർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടി നമുക്കൊരു കമാൻഡ് ഉണ്ട്, പൈത്തൺ manage.py create super user. നമുക്ക് യൂസർ നെയിം കൊടുക്കാൻ, അതായത് ഇപ്പൊ അഡ്മിൻ എന്താണോ യൂസർ നെയിം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ആ ഒരു യൂസർ നെയിം കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. ഞാനത് അഡ്മിൻ തന്നെ യൂസർ നെയിം വെക്കുകയാണ്. ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അവിടെ വ്യൂ ചെയ്ത് കിട്ടില്ല, അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ അടിക്കുക. ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. നമുക്ക് ഇപ്പൊ സിമ്പിൾ ഒരു പാസ്വേഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്തിട്ട് കുറച്ചുകൂടി നല്ല സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് സൂപ്പർ യൂസർ ക്രിയേറ്റ് ആയി എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊന്ന് സെർവർ റൺ ചെയ്തിട്ട് നമുക്കത് ക്രിയേറ്റ് ആയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോറി, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇതിൻ്റെ അകത്ത് /admin അടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ അടിച്ചു കൊടുത്ത യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. നമുക്ക് എന്താണ് അതിന് ഗ്രൂപ്പ്സും യൂസേഴ്സും നമുക്ക് ഇവിടെ നിന്ന് അഡ്മിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടേബിളിലേക്കുള്ള ഡാറ്റ, അഡ്മിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഡാറ്റ ഉള്ള ടേബിൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമ്മുടെ models.py നമ്മളൊരു ബുക്ക് എന്ന് പറയുന്ന ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇപ്പൊ നമുക്ക് അഡ്മിൻ എങ്ങനെയാണ് ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിന്റെ admin.py നമുക്ക് ആ മോഡൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് admin.site.register എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മോഡൽ ഏതാണോ ആ മോഡൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ ബുക്സ് എന്നുള്ളതാണ് എൻ്റെ മോഡൽ. ആ ഒരു മോഡൽ ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ആ ബുക്സ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് അവിടെ ഒരു എറർ വരുന്നത്. ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ബുക്സ്. ഓക്കെ, അപ്പൊ ആ ഒരു എറർ പോയി. സേവ് ചെയ്യാം. ഇപ്പൊ അപ്ഡേറ്റ് വന്നപ്പോൾ ഒന്നുകൂടി റൺ സെർവർ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നോക്കാം. അത് നമ്മൾ ഓൾറെഡി ലോഗിൻ ആയത് കൊണ്ടിട്ടാണ് കാണാത്തത്. ഇതിപ്പോ ബുക്സ് ഇപ്പൊ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് ലൈവ് ആപ്പിന്റെ അകത്ത് ബുക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യേണ്ട സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പക്ഷെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ ഒരു ഇമേജ് ഫയൽ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെങ്ങനെയാന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അഡ്മിൻ എങ്ങനെയാണ് ഒരു ടേബിളിലേക്ക് ഡാറ്റ ആഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കിട്ടുന്ന എന്നുള്ള അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എങ്ങനെയാണ് ടേബിളിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഫ്രണ്ട് എൻഡിലേക്ക് ഡാറ്റ ബാക്ക് എൻഡിൽ നിന്ന്, അതായത് ടേബിളിൽ നിന്ന് ഫെച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഫ്രണ്ട് എൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.